നിയ ഫൈസലിൻ്റെ അമ്മയുടെ കരച്ചിൽ ഒരൊറ്റപ്പെട്ട സംഭവമാണോ? ആ നിയയുടെ ആ, കുഞ്ഞനിയൻ്റെ കരച്ചിൽ ഒരൊറ്റപ്പെട്ട സംഭവമാണോ? നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനല്ല എന്നതാണ് നമ്മളുടെ മുന്നിൽ തെളിയുന്നത്. വിശദമായി പരിശോധിച്ചാൽ പേവിഷബാധയേറ്റ് ഈ കൊല്ലം മരിച്ചത് 14 പേരാണ്. 14 പേരാണ് ഈ വർഷം പേവിഷബാധയേറ്റു മരിച്ചത്. 2025 തുടങ്ങി 5 മാസമാകുമ്പോഴുള്ള കണക്കാണിത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ 138 പേരാണ് പേവിഷബാധയേറ്റു മരിച്ചത്. ഈ വിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും പരാജയപ്പെടുന്നുവെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിലൊക്കെ കാണുകയാണ്. തെരുവുനായ ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം, തെരുവുനായയുടെ കടിയേറ്റാൽ ആദ്യം എന്ത് ചെയ്യണം എന്നൊക്കെ പലതവണ നമ്മളോട് ആരോഗ്യ വിദഗ്ധരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം. 2020-ൽ 5, 2021-ൽ 11, 2022-ൽ 27, 2023-ൽ 25, 2024-ൽ 26, അങ്ങനെയാണ് ഈ പേവിഷബാധയേറ്റ് മരിച്ചവരുടെ സമീപ വർഷങ്ങളിലെ കണക്കുകൾ. ഈ വർഷം ഇതുവരെ 14 പേർ മരിച്ചു. ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടാണ് 14 പേർ മരിച്ചത്. ഒരു മാസത്തിനിടെ 3 കുട്ടികൾ മരിച്ചു. അത് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം ഈ 3 പേരും മരിച്ചു എന്നതാണ് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രതിരോധ വാക്സിൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അതിലെന്തെങ്കിലും അപാകതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. ഏപ്രിൽ 9-ന് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി, ഏപ്രിൽ 29-ന് മലപ്പുറം തെഞ്ഞിപ്പാലം സ്വദേശി സിയ ഫാരിസ്, കഴിഞ്ഞ ദിവസം രാത്രി മരിച്ച, ഇന്ന് നമ്മൾ അല്പസമയം മുമ്പ് ആ റിപ്പോർട്ട് കണ്ടു, പത്തനാപുരം കുന്നിക്കോട് കിണറ്റിൻകരയിൽ ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ, ഈ 3 കുട്ടികളുടെ മരണം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 8-നാണ് നിയയ്ക്ക് നായയുടെ കടിയേറ്റത്. തുടർന്ന് കുട്ടിക്ക് 3 ഡോസ് വാക്സിൻ എടുത്തിരുന്നു. എന്ന് വെച്ചാൽ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ചികിത്സ നടന്നു. ഈ 3 കുട്ടികളുടെ കാര്യത്തിലും ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും പറയുന്നത്. എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നതിന് കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണത്തിനൊപ്പം തന്നെ അവയിൽ നിന്ന് കടിയേൽക്കുന്ന സംഭവം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം 3,16,793 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് രേഖപ്പെടുത്താതെ പോയ കേസുകൾ എത്രയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഔദ്യോഗിക കണക്ക് 3,16,793 എന്നുള്ളതാണ്. തെരുവുനായയുടെ കടിയേറ്റൽ ആദ്യ മിനിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കടിയേറ്റ ഭാഗം മുഴുവൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. അതിൽ മറ്റു തരത്തിൽ പലതും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി ഈ പറയുന്നത് കൃത്യമായി ചെയ്യുക. കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ, അത് ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും. അതിനുശേഷമാണ് നമ്മൾ പ്രാഥമിക വൈദ്യസഹായം തേടുക, ഡോക്ടറുടെ ഉപദേശപ്രകാരം പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് ഈ നായയുടെ ഉമിനീരും അതിൽ നിന്നുള്ള വൈറസും മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. ഇത് നാഡികളിലൂടെ സഞ്ചരിച്ച് സുഷുമ്നയിലും തലച്ചോറിലും എത്തുന്നു. അപ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. വളരെ സാവധാനമാണ് വൈറസുകൾ സഞ്ചരിക്കുക എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ ചില ഭാഗങ്ങൾ, ഇപ്പോൾ തലയിൽ, മുഖത്ത്, ചെവിയിലൊക്കെ കടിയേൽക്കുമ്പോൾ അത് നേരെ തലച്ചോറിലേക്ക് എത്തും. അതാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ വേഗത്തിൽ വലിയ അപകടത്തിലേക്ക് എത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസവും ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നു. ഈ സാധാരണ ഒരു ദിവസം 1-2 സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ വൈറസിന് സഞ്ചരിക്കാൻ കഴിയുക. കടിയേറ്റ ഭാഗത്തു നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപേ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കാൻ കഴിയും. അതാണ് നമ്മൾ കാലങ്ങളായി വൈദ്യശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ അത് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടാകുന്നതെന്ന ചോദ്യമാണ് ഈ സമീപ ദിവസങ്ങളിൽ ഉയരുന്നത്. അരയ്ക്ക് മുകളിലോട്ട്, അതായത് നാഡികൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരൽത്തുമ്പുകൾ എന്നിവിടങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. കടിയേൽക്കുന്നത് തലഭാഗത്താണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് വൈറസുകൾക്ക് തലച്ചോറിലേക്ക് എത്താൻ കഴിയും എന്നതാണ് ഈ അപകടം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധ വാക്സിൻ ശരീരത്തിൽ എത്തിയിട്ടും ചില കേസുകളിൽ വിഷബാധയുണ്ടാകാൻ കാരണമാകുന്നത് എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. കാലിലോ ശരീരത്തിൻ്റെ താഴെഭാഗങ്ങളിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് പ്രതിരോധ വാക്സിൻ അത്തരം കേസുകളിൽ കുറെ കൂടി ഫലപ്രദമാവുകയും ചെയ്യും. തലവേദന, ക്ഷീണം, നേരിയ പനി, കടിയേറ്റ ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദന, തരിപ്പ്, ഇതൊക്കെയാണ് പ്രാരംഭ പേവിഷബാധയുടെ ലക്ഷണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. വെളിച്ചം, വായു, വെള്ളം എന്നിവയോടുള്ള ഭയം, സാധാരണയായി രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 2 മുതൽ 3 മാസം വരെ എടുക്കാം. ചിലപ്പോഴത് ഒരാഴ്ചയ്ക്കുള്ളിലോ 10 ദിവസമോ ഒക്കെ കൊണ്ട് എടുക്കാം. ചില കേസുകളിൽ 1 വർഷം വരെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാതിരുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
കുട്ടികളിൽ പെട്ടെന്ന് ഈ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അത് കൂടുതൽ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കേസുകൾ പലതും മുഖത്തൊക്കെ കടിയേറ്റ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത്. പേവിഷബാധ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമുക്ക് നോക്കാം. വളർത്തുമൃഗങ്ങൾക്ക് യഥാസമയം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക, മൃഗങ്ങളോട് കരുതലോടെ ഇടപെടുക, അവയെ ഉപദ്രവിക്കാതിരിക്കുക, പ്രകോപിപ്പിക്കാതിരിക്കുക, ശല്യപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കടിയേറ്റാൽ ഉടനെയും തുടർന്ന് 3, 7, 28 ദിവസങ്ങളിലും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. വാക്സിൻ ഉറപ്പായും നമ്മൾ എടുക്കണം. പേവിഷബാധയ്ക്ക് 2 തരം കുത്തിവയ്പ്പാണുള്ളത്. മുറിവിൻ്റെ കാഠിന്യം അനുസരിച്ച് ഡോക്ടേഴ്സ് അത് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് പൂർണ്ണമായും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ പ്രോട്ടോകോൾ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ചെയ്തിട്ടും ചില കേസുകളിൽ എന്തുകൊണ്ടാണ് ഇത് പേവിഷബാധ ഉണ്ടാവുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് വൈദ്യശാസ്ത്രം നൽകിയ വിശദീകരണമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പരിശോധന, വാക്സിൻ ഫലപ്രദമല്ലെന്നൊക്കെ ആരോപണമുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നു. വാക്സിൻ ഫലപ്രദമാണ്. ചില കേസുകളിൽ അത് ഫലപ്രദമാവാത്തത് ഈ പറയുന്ന നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്.